നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതി കേരളം. അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് 74.7%. കൂടുതൽ വയനാട്, കുറവ് തൃശൂരിൽ. വിജയപ്രതീക്ഷയുമായി മുന്നണികൾ. പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെ ഇനി കോടതി തീരുമാനിക്കട്ടെ. സന്നാമത്തിലുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. ഇതിനപ്പുറം ഒരു വാക്ക് എനിക്ക് പറയാം. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് കുന്നത്തുമേർ സ്കൂളിൽ വോട്ട് ചെയ്തു. ബൊക്ക നൽകി സ്വീകരിച്ചു കോൺഗ്രസ്. കൂകി വിളിച്ച് CPM BJP പ്രവർത്തകർ. ഇനി പാലക്കാട്ട് തന്നെ തുടരുമെന്ന് രാഹുൽ. രാഹുലിനെതിരായ രണ്ടാം പരാതി വെൽ ഡ്രാഫ്റ്റഡ് എന്ന സണ്ണി ജോസഫിന്റെ പരാമർശം തള്ളി VD സതീശൻ. ലൈംഗിക കുറ്റവാളികളെ ന്യായീകരിക്കാൻ വന്നാൽ സമൂഹം അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ജാമ്യം റദ്ദാക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. VC നിയമന തർക്കത്തിൽ ഇടപെടലുമായി സുപ്രീം കോടതി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VCമാരെ കോടതി തീരുമാനിക്കും. ഓരോ പേരുകൾ ബുധനാഴ്ച മുദ്രവെച്ച കവറിൽ നൽകാൻ ജസ്റ്റിസ് ദൂലിയ സമിതിക്ക് നിർദ്ദേശം. തീരുമാനം ഗവർണറും സർക്കാരും സമവായത്തിൽ എത്താത്തതിനാൽ എതിർപ്പ് സിസ തോമസിന്റെ കാര്യത്തിലെന്ന് സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലെത്തും. സന്ദർശനം ഈ മാസം 17, 18 തീയതികളിൽ. പ്രധാന വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ഉന്നയിച്ച് കോൺഗ്രസ് MPമാർ. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ. CPM BJP അന്തർധാരയെന്ന് ഹൈബി ഈഡൻ. ശബരിമലയിൽ ഭക്തർ വലിയ അളവിൽ അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ആലോചന. നടപടി അരവണ ക്ഷാമം മറികടക്കാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിധി എഴുതി കേരളം. അവസാനഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. 74.7%. കൂടുതൽ വയനാടാണ്, കുറവ് തൃശൂരിൽ. വിജയപ്രതീക്ഷയുമായി മുന്നണികളും നേതാക്കളും. 100ലേറെ ബൂത്തുകളിൽ യന്ത്രത്തകരാർ സംഭവിച്ചിരുന്നു. എന്നാൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാനും സാധിച്ചു. പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോഴിക്കോടും തൃശൂരും കണ്ണൂരും അടക്കമുള്ള നഗരവാർഡുകളിൽ പോളിംഗ് ശതമാനം പ്രതീക്ഷിച്ച അത്ര ഉയർത്താനായില്ല. കോഴിക്കോട് ജില്ലയിൽ വോട്ടെടുപ്പ് സമാധാനപരം. കോർപ്പറേഷനിൽ പോളിംഗ് കുറഞ്ഞുവെങ്കിലും നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ദൃശ്യമായിരുന്നു. കോഴിക്കോട് 77.6% പോളിംഗ്. കോഴിക്കോട് പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു. കോർപ്പറേഷൻ പരിധിയിലും സമാനമായ സാഹചര്യമാണ്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 79.23% കോഴിക്കോട് ജില്ലയിലെ പോളിംഗ്. കോർപ്പറേഷൻ പരിധിയിൽ 70.39%. ഗ്രാമീണ മേഖലയിൽ പലയിടത്തും ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ വോട്ടർമാരുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. കോഴിക്കോട് നഗരത്തിൽ മിക്കയിടത്തും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ബൂത്തുകൾ കാലിയായിരുന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് കോട്ടൂളി AUPSൽ വോട്ട് രേഖപ്പെടുത്തി. മുൻമന്ത്രി MK മുനീർ വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്തു. K സുരേന്ദ്രൻ മൊടക്കല്ലൂർ സ്കൂളിലും MK രാഘവൻ മാതൃബന്ധു വിദ്യാലയത്തിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകര ചോമ്പാല സ്കൂളിലും എളമരം കരീം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിലും KK രമ MLA ഏറാമല നെല്ലാച്ചേരി LPSലും PS ശ്രീധരൻപിള്ള തിരുത്തിയാട് സ്കൂളിലും TP രാമകൃഷ്ണൻ പേരാമ്പ്ര നൊച്ചാട് സ്കൂളിലും വോട്ട് ചെയ്തു. സിനിമാ നടൻ ജോയ് മാത്യു മലാപ്പറമ്പ് AUPSലും കൈതപ്രം തിരുവണ്ണൂർ ഒടുമ്പ്രം സ്കൂളിലുമാണ് വോട്ട് ചെയ്തത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള പോളിംഗ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ പോളിംഗ് ശതമാനത്തിൽ കുറവ്. ജില്ലയിലെ പോളിംഗ് ശതമാനം 72.27. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 75.5 തൃശൂരിലെ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും മുന്നണികൾ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. അതേസമയം പാലക്കാട് ജില്ലയിൽ 76.23% രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് 74.7% രേഖപ്പെടുത്തി. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ജില്ലയിൽ വോട്ടിംഗ് സമാധാനപരമായിരുന്നു.
11,12,190 വോട്ടർമാരുള്ള കാസർഗോഡ് ജില്ലയിൽ 8,26,684 പേർ വോട്ട് രേഖപ്പെടുത്തി. നഗരസഭകളിൽ നീലേശ്വരത്ത് 78.32% പോളിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി. കാസർഗോഡ് നഗരസഭയിൽ 67.73% പോളിംഗും കാഞ്ഞങ്ങാട് നഗരസഭയിൽ 74.21% വോട്ടിംഗും രേഖപ്പെടുത്തി. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നീലേശ്വരത്ത് 79.97% വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഏറ്റവും കുറവ് പോളിംഗ് നടന്നത് UDF ഭരിക്കുന്ന മഞ്ചേശ്വരത്ത്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ 71.07% പോളിംഗ് നടന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ UDF ബൂത്ത് ഏജന്റിന് നേരെയുണ്ടായ CPM ആക്രമണത്തിൽ UDF പഞ്ചായത്ത് ചെയർമാൻ നിഷാം പട്ടേലിന് പരിക്കേറ്റു. കുമ്പടാജയിൽ ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി പ്രകാശിന്റെ വീടിന് സമീപം 4 നാടൻ ബോംബുകൾ കണ്ടെത്തുകയുമുണ്ടായി. ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ജില്ലയിലെ പോളിംഗ് സമാധാനപരമായിരുന്നു. ജില്ലാ പഞ്ചായത്ത്, 3 നഗരസഭകൾ, 38 ഗ്രാമപഞ്ചായത്തുകൾ, 6 ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കായി 2855 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. അമൃത ന്യൂസ്, കാസർഗോഡ്. പീഡനക്കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് വോട്ട് ചെയ്യാനെത്തി. 15 ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ചാണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത്. കോൺഗ്രസ് പ്രവർത്തകർ ബൊക്കെ നൽകി സ്വീകരിച്ചപ്പോൾ കൂകി വിളിച്ച് CPM BJP പ്രവർത്തകർ. വൈകുന്നേരം 4:50 MLAയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് രാഹുൽ എത്തിയത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂൾ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുൽ വോട്ട് ചെയ്തത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ ഈ വാർഡിലാണ് രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റ് ഉള്ളത്. ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ പരാതിയിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തതിനാൽ രാഹുൽ വോട്ട് ചെയ്യാനെത്തുമെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. കൂക്കി വിളിച്ചാണ് CPM BJP പ്രവർത്തകർ രാഹുലിനെ വരവേറ്റത്. പൂവൻകോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രം ഉയർത്തിക്കാണിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ ബൊക്കെ നൽകി സ്വീകരിക്കുകയായിരുന്നു. കേസുകളെക്കുറിച്ചും പാർട്ടി നടപടിയെക്കുറിച്ചും പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. കേസ് കോടതിയുടെ മുന്നിലുണ്ടെന്നും കോടതി തീരുമാനിക്കുമെന്നും സത്യം ജയിക്കുമെന്നും മാത്രമായിരുന്നു രാഹുൽ പറഞ്ഞത്. ഇനി ഒളിവിൽ പോകേണ്ടി വരില്ല, MLA എന്ന നിലയിൽ പാലക്കാട് തന്നെ തുടരുമെന്നും രാഹുൽ വ്യക്തമാക്കി. എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെ ഇനി കോടതി തീരുമാനിക്കട്ടെ. രാഹുൽ എത്തിയതോടെ വൻ പ്രതിഷേധമാണ് സ്ഥലത്തുണ്ടായത്. പ്രതിഷേധങ്ങൾക്കിടയിലാണ് രാഹുൽ കാറിലേക്ക് കയറിയത്. വോട്ട് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്ന് ചായ കുടിച്ച ശേഷമാണ് രാഹുൽ മടങ്ങിയത്. നേരെ പോയത് MLA ഓഫീസിലേക്കാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF നല്ല ആത്മവിശ്വാസത്തോടെയാണുള്ളതെന്നും ചരിത്ര വിജയം നേടുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDFന് വലിയ പിന്തുണ ലഭിക്കുന്നുവെന്നാണ് ഇതുവരെയുള്ള ചിത്രത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ശബരിമല വിഷയമൊന്നും ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ ഏശില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കണ്ട അനുഭവം LDFന് വലിയ തോതിലുള്ള പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നുവെന്നാണ്. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും
പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവിനെതിരായ ഹൈക്കോടതിയെ സമീപിച്ച് സർക്കാർ. വസ്തുതകൾ പരിഗണിക്കാതെയാണ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് എന്നതാണ് പ്രോസിക്യൂഷൻ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ സർക്കാർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ച ഹർജി ഹൈക്കോടതിയുടെ ഫയലിംഗ് സെഷനിലേക്ക് എത്തിയിട്ടുണ്ട്. രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയ കോടതിയുടെ നടപടി നിയമപരമല്ലെന്നും കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. വസ്തുതകൾ പരിഗണിക്കാതെയാണ് കോടതി ഇത്തരമൊരു തീരുമാനമെടുത്തത്. പരാതിയിൽ ഗൗരവകരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെയുള്ളത്. അതിനാൽ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. MLA ആയതിനാൽ തന്നെ വ്യക്തി സമൂഹത്തിൽ ഏറെ സ്വാധീനമുള്ള ആളാണ്. സാക്ഷികളെ സ്വാധീനിക്കാനും കേസിനെ അട്ടിമറിക്കാനും സാധ്യതയുണ്ടെന്നും പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും അപ്പീലിൽ വ്യക്തമാക്കുന്നു. സമാനമായ കുറ്റകൃത്യത്തിൽ നേരത്തെ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടമെന്നും അതിനാൽ സെഷൻസ് കോടതി നൽകിയ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമോ കേസിനെ ബാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിക്കാതെ പരാതിയിലെ വൈരുദ്ധ്യങ്ങളും മറ്റുമാണ് സെഷൻസ് കോടതി പരിഗണിച്ചതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി നാളെ ഹൈക്കോടതി പരിഗണിച്ചേക്കും. അതേസമയം രാഹുലിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നില്ല. ഇതിനെതിരെ രാഹുൽ മാങ്കൂട്ടം സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഇക്കാര്യത്തിൽ സർക്കാർ മറുപടി സത്യവാങ്മൂലമടക്കം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. കേസ് പരിഗണിക്കവേ സമാനമായ മറ്റൊരു കേസ് കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട് എന്നതടക്കം സർക്കാർ കോടതിയെ ധരിപ്പിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാരെ സുപ്രീം കോടതി തീരുമാനിക്കും. മുദ്രവെച്ച കവറിൽ ഓരോ പേരുകൾ നൽകാൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയയ്ക്ക് നിർദ്ദേശം നൽകി. ബുധനാഴ്ചയ്ക്കകം പേരുകൾ നൽകാനാണ് നിർദ്ദേശം. ഹർജി വീണ്ടും വ്യാഴാഴ്ച പരിഗണിക്കും. ഒരു പേരിൽ മാത്രമാണ് പ്രശ്നമെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. നിയമനം വൈകുന്നതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. അതേസമയം കോടതി നിർദ്ദേശം സർക്കാർ സ്വാഗതം ചെയ്തു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും ചാൻസലറും സമവായത്തിലെത്താത്തതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് സുപ്രധാന ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 2 സർവകലാശാലകളിലെയും VC നിയമനത്തിനായി ഓരോ പേരുകൾ വീതം തിരഞ്ഞെടുക്കാൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ കമ്മിറ്റിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ബുധനാഴ്ചയ്ക്കുള്ളിൽ മുദ്രവെച്ച കവറിൽ പേരുകൾ നൽകണം. വ്യാഴാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. സർക്കാരും ഗവർണറും തമ്മിലുള്ള കത്തിടപാടുകൾ പരിശോധിച്ച് പേരുകൾ നൽകാനാണ് ധൂലിയയ്ക്ക് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഗവർണർ നിർദ്ദേശിച്ചതിൽ ഒരു പേരിന് മാത്രമാണ് പ്രശ്നമെന്ന് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതിലെന്താണ് പ്രശ്നമെന്ന് JB പർദിവാല ചോദിച്ചു. ചുമതലകളിൽ ഇരുന്നപ്പോൾ നിരന്തരം സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയ വ്യക്തിയെയാണ് ഗവർണർ നിർദ്ദേശിക്കുന്നതെന്ന് സിസ തോമസിന്റെ പേര് പറയാതെ സർക്കാർ കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എതിർപ്പുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ആ പേരൊഴികെ വേറെ ഏതു പേരായാലും അംഗീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതോടെയാണ് തീരുമാനങ്ങൾ വീണ്ടും ധൂലിയ കമ്മിറ്റിക്ക് വിട്ടത്. ജസ്റ്റിസ് സുധാൻഷു ധൂലിയ നൽകുന്ന പട്ടിക അംഗീകരിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 2 പ്രധാന സർവകലാശാലയുടെ VC നിയമനങ്ങൾ ഇനി സുപ്രീം കോടതിയുടെ പരിധിയിലാണ്. സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും ഇരുകൂട്ടർക്കും അംഗീകരിക്കേണ്ടി വരും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ശബരിമല സ്വർണ്ണക്കൊള്ള പാർലമെന്റിൽ ഉന്നയിച്ച കോൺഗ്രസ് എംപിമാർ KC വേണുഗോപാലും ഹൈബി ഈഡനുമാണ് ലോക്സഭയിൽ വിഷയം പരാമർശിച്ചത്. SITയെ നിയന്ത്രിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുവെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. വിഷയത്തിൽ CPM BJP അന്തർധാരയുണ്ടെന്നായിരുന്നു പ്രതികരണം. അതേസമയം പ്രതിപക്ഷം ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുന്നുവെന്ന വിമർശനവുമായി കേന്ദ്രമന്ത്രി JP നദ്ദയും രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ 3 പ്രതികളെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2ഉം 3ഉം പ്രതികളായ മുരാരി ബാബു, KS ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധിയാണ് വിജിലൻസ് കോടതി നീട്ടിയത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയും. റിമാൻഡ് കാലാവധി അവസാനിച്ചതോടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിനെയും കോടതിയിൽ ഹാജരാക്കിയത്. മൂവരെയും കൊല്ലം വിജിലൻസ് കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഡിസംബർ 24 വരെയും KS ബൈജുവിനെ 19-ാം തീയതി വരെയുമാണ് റിമാൻഡ് ചെയ്തത്. പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി നേരത്തെ തള്ളിയിരുന്നു.
അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിജിലൻസ് കോടതി വിധി പറയുക. തനിക്ക് മാത്രമല്ല കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നതാണ് പത്മകുമാറിന്റെ വാദം. പ്രായമായ ആളായതിനാൽ പരിഗണന വേണമെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. എൻ വാസുവിന്റെ അടക്കം ജാമ്യാപേക്ഷ തള്ളിയ വിജിലൻസ് കോടതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും തള്ളാനാണ് സാധ്യത. അമൃത ന്യൂസ്, കൊല്ലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശിക്കുന്നു. ദേശീയ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയും ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒപ്പുവെക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലും പ്രധാനമന്ത്രിക്കൊപ്പം ഒമാനിലെത്തും. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ചർച്ചകൾ പൂർത്തിയായിട്ടുണ്ട്. 2024 മുൻപാണ് ഇത് സംബന്ധിച്ച ഇരു രാജ്യങ്ങളും ചർച്ചകൾ നടത്തിയിരുന്നത്. ഡിസംബർ 17-18 തീയതികളിൽ പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിയായതിനു ശേഷം നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ ഒമാൻ സന്ദർശനമായിരിക്കും ഇത്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ സ്വാർത്ഥക് കുവൈറ്റിലെത്തി. 5 ദിവസത്തെ സൗഹൃദ സന്ദർശനത്തിനായി കുവൈറ്റിലെ ഷുവൈഖ് തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിന് ഇന്ത്യൻ ദേശീയ പതാകയേന്തി സ്കൂൾ വിദ്യാർത്ഥികൾ വരവേറ്റു. ഇന്ത്യൻ എംബസി അധികൃതർ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കപ്പലിനും ജീവനക്കാർക്കും ഊഷ്മളമായ സ്വീകരണം നൽകി. വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അസിം മഹാജൻ, കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഏഷ്യ അഫയേഴ്സ് അസിസ്റ്റന്റ് വിദേശകാര്യ മന്ത്രി അംബാസിഡർ സമീഹ് എസ് ജോഹർ ഹയാത്ത് എന്നിവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഉൾപ്പെടുത്തിയ അത്യാധുനിക ഓഫ്ഷോർ പെട്രോൾ വെസലാണ് സാർത്ഥക്. സുരക്ഷ, പരിശീലനം, വിവരങ്ങൾ കൈമാറൽ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി കപ്പലിലെ ജീവനക്കാർ കുവൈറ്റിലെ സഹപ്രവർത്തകരുമായി നിരവധി പ്രൊഫഷണൽ ആശയവിനിമയ പരിപാടികൾ ഏർപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ 2024 കുവൈത്ത് സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് രൂപീകരിച്ച നയതന്ത്ര പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടി. ഇന്ത്യൻ പൗരന്മാർക്ക് കപ്പൽ സന്ദർശിക്കാനായി ഇന്ത്യൻ എംബസി അവസരം ഒരുക്കിയിരുന്നു. അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിൽ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായി ചർച്ച നടത്തി. ഏറ്റവും പുതിയ പ്രാദേശിക, അന്തർദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചും ആഗോള സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാനുള്ള വഴികളെക്കുറിച്ചും കിരീടാവകാശിയും ഗുട്ടറസും ചർച്ച ചെയ്തു. UN സെക്രട്ടറി ജനറലും സൗദി കിരീടാവകാശിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ UN അണ്ടർ സെക്രട്ടറി മിഗുവൽ മൊറാറ്റിറ്റോസ്, UN അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മിഗുവൽ ഗ്രാസ, UN-ലെ സൗദി സ്ഥിരം പ്രതിനിധി ഡോക്ടർ അബ്ദുൾ അസീസ് അൽവാസിൽ എന്നിവർ പങ്കെടുത്തു. കുവൈറ്റിൽ 70% വിദ്യാർത്ഥികളും പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് ക്ലാസുകളിലേക്ക് പോകുന്നതെന്ന റിപ്പോർട്ട്. ഇത് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെയും ശാരീരിക പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വിദ്യാലയങ്ങളിലെ ക്യാൻറ്റീനുകൾ വികസിപ്പിക്കുന്നതിനും കുട്ടികളുടെ ഭക്ഷണശീലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഊന്നൽ നൽകി വരികയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാർത്ഥികൾ പ്രഭാത ഭക്ഷണം അവഗണിക്കുന്നതായി തെളിയിക്കുന്ന നിരവധി പഠനങ്ങൾ സമീപകാലങ്ങളിൽ പുറത്തുവന്നിരുന്നു. UAE-ലെ വേതന സുരക്ഷാ സംവിധാനം പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തു. കൃത്യസമയത്ത് വേതനം വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. UAE സെൻട്രൽ ബാങ്കിന്റെ സഹകരണത്തോടെയാണ് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നടപടികൾ പൂർത്തിയാക്കിയത്. ബാങ്കുകൾ, അംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ വഴിയാണ് ശമ്പളം വിതരണം ചെയ്യേണ്ടത്. ഇതിനായി ലുലു എക്സ്ചേഞ്ച്, അൽ അൻസാരി എക്സ്ചേഞ്ച്, GCC എക്സ്ചേഞ്ച്, അൽ മറയ ബാങ്ക്, ബോട്ടീം, ഇത്തിസലാത്തിൻ്റെ ആൻഡ് മണി ആപ്പ് എന്നിവയുമായി സഹകരിക്കും. UAE-ലെ സ്വകാര്യ മേഖലയിലുള്ള 99% സ്ഥാപനങ്ങളും വേതന സുരക്ഷാ സംവിധാനം വഴിയാണ് ശമ്പളം വിതരണം ചെയ്യുന്നത്. നിർദ്ദേശം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടികൾ കൈക്കൊള്ളുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനത്തിൽ സാങ്കേതിക തകരാർ സംഭവിച്ചാൽ ജീവനക്കാർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇതുപ്രകാരം ഇത്തരം സാഹചര്യങ്ങളിൽ ജീവനക്കാർ ഹോം പേജിലെ കൺട്രോൾ സ്ക്രീനിൽ തകരാർ സൂചിപ്പിക്കുന്ന സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഇവ സ്മാർട്ട് ഫിംഗർ പ്രിന്റ് ആപ്ലിക്കേഷൻ വഴി അയച്ചുകൊണ്ട് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് വിജ്ഞാപനത്തിൽ വിശദീകരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രാലയവുമായി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനവും മന്ത്രാലയത്തിൽ എല്ലാ ജീവനക്കാരും ഔദ്യോഗിക ജോലി സമയം കൃത്യമായി പാലിക്കുന്നുവെന്നും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ നടപടിക്രമങ്ങൾ.
വിസ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിച്ച് UAE. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവർക്കുള്ള ശിക്ഷയേക്കാൾ കടുത്തതായിരിക്കും നിയമവിരുദ്ധർക്ക് താമസ സൗകര്യം ഒരുക്കുന്നവർക്കും തൊഴിൽ നൽകുന്നവർക്കും ലഭിക്കുക. രാജ്യസുരക്ഷ, തൊഴിൽ വിപണിയുടെ നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടാണ് വിസ നിയമം UAE കർശനമാക്കുന്നത്. നിയമവിരുദ്ധമായി രാജ്യത്ത് തങ്ങുന്നവർക്ക് ജോലി നൽകുക, താമസ സൗകര്യമൊരുക്കുക, സംഘടിത വിസ തട്ടിപ്പുകളിൽ ഏർപ്പെടുക എന്നീ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് 50 ലക്ഷം ദിർഹം വരെ പിഴ ഉൾപ്പെടെ UAE വിസ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷ കടുപ്പിക്കുന്നു. വിസ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവർക്കുള്ള പിഴകളേക്കാൾ വളരെ കൂടുതലായിരിക്കും നിയമവിരുദ്ധ താമസ സൗകര്യമൊരുക്കുക, നിയമലംഘകർക്ക് തൊഴിൽ നൽകുക എന്നീ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരിൽ നിന്നും ഈടാക്കുക. അനധികൃതമായി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയവർക്ക് താമസ സൗകര്യമോ ജോലിയോ മറ്റ് സഹായങ്ങളോ നൽകുന്നവരിൽ നിന്നും കുറഞ്ഞത് 1 ലക്ഷം ദിർഹം പിഴ ഈടാക്കും. വിസ, താമസാനുമതി രേഖ എന്നിവ വ്യാജമായി തയ്യാറാക്കുന്നത് രാജ്യവിരുദ്ധ നടപടികളായി കണക്കാക്കും. ഇത്തരം കുറ്റകൃത്യങ്ങൾ സംഘടിതമായി ചെയ്താൽ 2 മാസം വരെ തടവും 50 ലക്ഷം ദിർഹം വരെ പിഴയുമാണ് ശിക്ഷ. വിസിറ്റ്, ടൂറിസ്റ്റ് വിസകളിൽ ജോലി ചെയ്യുന്നവർക്ക് തടവ് ശിക്ഷയും കുറഞ്ഞത് 10,000 ദിർഹം വരെ പിഴയും ലഭിക്കും. സന്ദർശക, ടൂറിസ്റ്റ്, താമസ വിസയുടെ കാലാവധി കഴിഞ്ഞും രാജ്യത്ത് തങ്ങുന്നവർ പ്രതിദിനം 50 ദിർഹം വീതമാണ് പിഴയടക്കേണ്ടത്. അമൃത ന്യൂസ്, ദുബായ്. പൊതുജനങ്ങൾക്ക് നൽകുന്ന കണ്ടന്റുകളുടെ വിശ്വാസ്യത ഉറപ്പാക്കണമെന്ന ആഹ്വാനത്തോടെ അബുദാബിയിൽ നടന്നുവന്ന ബ്രിഡ്ജ് മാധ്യമ ഉച്ചകോടി സമാപിച്ചു. തെറ്റായ വിവരങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കപ്പെടുന്ന കാലത്ത് നൽകുന്ന വിവരങ്ങളുടെ വിശ്വാസ്യത ഉറപ്പാക്കണം. മെറ്റ, ടിക്ടോക്ക്, ഗൂഗിൾ അടക്കമുള്ള മുൻനിര സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. 132 രാജ്യങ്ങളിൽ നിന്നുമുള്ള 60,000-ഓളം പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുത്തു. 300-ലേറെ പ്രദർശകരും ഉച്ചകോടിയിൽ സംബന്ധിച്ചു. കുവൈറ്റിലെ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന ജലീബ് അൽ ഷുയൂക്കിലെ ജീർണിച്ച കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയുടെ ഉത്തരവ്. അഭിഭാഷകനായ സൗദ് അൽ ബർഹാഗ് സമർപ്പിച്ച അടിയന്തര ഹർജിയിലാണ് വിധി. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ നഗരസഭയുടെ പൊളിക്കൽ ഉത്തരവ് താൽക്കാലികമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിച്ചത്. ജലീബ് അൽ ഷുയൂക്ക് പ്രദേശത്തെ ജീർണിച്ചതും കാലപ്പഴക്കം സംഭവിച്ചതുമായ 67 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുവാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം 14 മുതൽ നിരവധി കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുകയും ചെയ്തു. സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസികൾക്ക് കലയുടെയും സംഗീതത്തിന്റെയും വിരുന്നൊരുക്കി പത്മശ്രീ KS ചിത്ര നയിച്ച റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ 2025 മെഗാ ഷോ വിജയകരമായി അരങ്ങേറി. പരിപാടിക്ക് ആയിരക്കണക്കിന് സംഗീത പ്രേമികളാണ് സാക്ഷ്യം വഹിച്ചത്. ദമാം നവയുഗം സാംസ്കാരിക വേദി ER ഇവന്റ്സുമായി സഹകരിച്ച് ദമാം ലൈഫ് പാർക്കിൽ റിതം ട്യൂൺസ് ഓഫ് ഇന്ത്യ 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കിഴക്കൻ പ്രവിശ്യയിലെ മികച്ച നർത്തകർ അണിനിരന്ന പരിപാടികളോടെയാണ് ആരംഭിച്ചത്. KS ചിത്രയും സംഘവും ആദ്യമായാണ് ദമാമിൽ ഒരു സമ്പൂർണ്ണ സംഗീത പരിപാടി അവതരിപ്പിക്കുന്നത്. പിന്നണി ഗായകരായ അഫ്സൽ, അനാമിക, ശ്രീരാഗ്, ഭരതൻ എന്നിവരും വളരെ മികച്ച വാദ്യോപകരണ കലാകാരന്മാരും ചിത്രയോടൊപ്പം വേദിയിൽ അണിനിരുന്നു. നവയുഗം കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മഞ്ജു മണിക്കുട്ടൻ KS ചിത്രയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. നവയുഗം ജനറൽ സെക്രട്ടറി MA വാഹിദ് സ്നേഹോപഹാരം കൈമാറി. പരിപാടിയിൽ വിവിധ ആദരിക്കൽ പരിപാടിയും നടന്നു. പരിപാടിക്ക് നവയുഗം ഭാരവാഹികളായ ദാസൻ രാഘവൻ, ജമാൽ വല്യപ്പള്ളി, ഷാജി മദ്ലകം, സാജൻ കണിയാപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി. സുൽഫിഖ്റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ബംഗളൂരു ആസ്ഥാനമായ ഗർഷോം ഫൗണ്ടേഷന്റെ അവാർഡ് ദുബായിൽ താമസിക്കുന്ന മലയാളി വിദ്യാർത്ഥിനി സുജേത സതീഷിന്. ഫൗണ്ടേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരസ്കാര ജേതാവാണ് സുജേത. 2024 140 ഭാഷകളിൽ ഗാനങ്ങൾ ആലപിച്ച് ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ സുജേത ഇടം പിടിച്ചിരുന്നു. 101 വിദേശ ഭാഷകളിലും 39 ഇന്ത്യൻ ഭാഷകളിലുമാണ് അന്ന് സുജേത പാട്ടുകൾ പാടിയത്. 9 മണിക്കൂർ നീണ്ടതായിരുന്നു ഗിന്നസ് റെക്കോർഡ് പ്രകടനം. കണ്ണൂർ എളയാവൂർ സ്വദേശികളായ ഡോക്ടർ സതീഷിന്റെയും സുമിതയുടെയും മകളാണ് സുജേത. ദുബായ് നോളജ് പാർക്ക് മിഡിൽ സെക്സ് യൂണിവേഴ്സിറ്റിയിൽ ബിരുദ വിദ്യാർത്ഥിനിയാണ്.
വാർത്തയിലേക്ക്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരെ ചുമത്തിയ ബലാത്സംഗം അടക്കമുള്ള എല്ലാ കുറ്റങ്ങളും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ വലിയ അളവിൽ അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാൻ ആലോചന. നിലവിലെ അരവണ പ്ലാന്റിൽ ഒരു ദിവസം നിർമ്മിക്കുന്നതിനപ്പുറം വിൽപ്പന നടക്കുന്നതിനാൽ മുഴുവൻ ഭക്തർക്കും അരവണ നൽകാനാകുന്നില്ല എന്ന കണക്കുകൂട്ടലിലാണ് ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിന് ആലോചിക്കുന്നത്. ഒരു ഭക്തൻ തന്നെ ഒരേ സമയം 100 കണ്ടെയ്നറിന് മുകളിലേക്ക് അരവണ വാങ്ങുന്നത് നിയന്ത്രിക്കാനാണ് ആലോചന. നിലവിൽ 10 ദിവസത്തേക്കുള്ള അരവണയാണ് ദേവസ്വം ബോർഡിൽ സ്റ്റോക്ക് ഉള്ളത്. ശബരിമലയിൽ ഈ വർഷം 80 ലക്ഷത്തോളം കണ്ടെയ്നർ അരവണയാണ് വിറ്റുപോയത്. അതേസമയം ഇനി 10 ദിവസത്തേക്കുള്ള കണ്ടെയ്നറുകൾ മാത്രമാണ് ദേവസ്വം ബോർഡിൽ സ്റ്റോക്കുള്ളത്. ഒരു ദിവസം 2,80,000 കണ്ടെയ്നർ അരവണ നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റാണ് ഇപ്പോൾ ശബരിമലയിലുള്ളത്. അതേസമയം 3 മുതൽ 4 ലക്ഷം വരെ കണ്ടെയ്നർ അരവണ ഓരോ ദിവസവും ശബരിമലയിൽ നിന്ന് വിറ്റുപോകുന്നുണ്ട്. ഒരു കണ്ടെയ്നർ അരവണയ്ക്ക് 100 രൂപയാണ് വില. ഒരു ഭക്തൻ തന്നെ 100-150 കണ്ടെയ്നർ അരവണ വാങ്ങിയാൽ വരും ദിവസങ്ങളിൽ അരവണ വിതരണത്തെ ബാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് നിയന്ത്രണത്തിന് ആലോചന. ഈ സീസണിൽ തന്നെ ഒരു ദിവസം 4 ലക്ഷം കണ്ടെയ്നർ അരവണ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള പുതിയ പ്ലാന്റിനായി ദേവസ്വം ബോർഡ് ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. സാധ്യതാ പഠനം ഉൾപ്പെടെ പൂർത്തിയായെങ്കിലും പൊതുമരാമത്തിന്റെ ചരടിൽ കുടുങ്ങി ഇത് നടപ്പിലായില്ല. അരവണയുടെ നിർമ്മാണത്തിനാവശ്യമായ ഏലക്കയുടെയും ചുക്കിന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഗുണനിലവാര പരിശോധന പരാജയപ്പെടുമ്പോൾ ദേവസ്വം ബോർഡിന് റീടെൻഡർ നൽകേണ്ട സാഹചര്യവുമുണ്ട്. നേരത്തെ കുറഞ്ഞ വിലയിലെ കരാർ മൂലം പഴയ ചുക്കാണ് ദേവസ്വം ബോർഡിന് ലഭിച്ചത്. ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിരാകരിച്ചു. ഇപ്പോൾ പ്രതിസന്ധി കടുത്തതോടെ വലിയ വിലയ്ക്ക് ചുക്ക് റീടെൻഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് ദേവസ്വം വകുപ്പ്. പ്രതിദിനം ഇപ്പോൾ ഉള്ളതിനേക്കാൾ 1.5 ലക്ഷത്തിലധികം കണ്ടെയ്നർ അരവണയെങ്കിലും ഉണ്ടാക്കാൻ ആവശ്യമായ വലിയ പ്ലാന്റാണ് ആവശ്യം. ഈ സീസൺ അവസാനിക്കുമ്പോഴെങ്കിലും പുതിയ പ്ലാന്റ് നിർമ്മിക്കാനായില്ലെങ്കിൽ ഭാവിയിൽ അരവണയുടെ വിതരണവും പ്രതിസന്ധിയിലാകും. അമൃത ന്യൂസ്, സന്നിധാനം. കൂച്ച് ബെഹാർ ട്രോഫിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഝാർഖണ്ഡിനോട് തോൽവി വഴങ്ങി കേരളം. 6 റൺസിനായിരുന്നു കേരളത്തിന്റെ പരാജയം. 187 റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ കേരളം 180 റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 127 റൺസിന്റെ ലീഡുമായി മുൻതൂക്കം നേടിയ ശേഷമാണ് കേരളം തോൽവി വഴങ്ങിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.